ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ നമുക്ക് ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കിയാലോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കാരമൽ പുഡിങ്. ഇത് എല്ലാവർക്കും അറിയാൻ പറ്റും, പക്ഷേ എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. കാരണം ഞാനിത് ഫ്ലോപ്പ് ആവുന്നുള്ള പേടിക്ക് ഇതുവരെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് മക്കളെ പൊളി സാധനമാണ് കേട്ടോ. ഇതെന്താണ് ഇത്ര വഴുകിപ്പോയത് ചെയ്യാനെന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു അരക്കപ്പ് പഞ്ചസാര ആദ്യം ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞ് ചുവ വരും കേട്ടോ. അപ്പോൾ ഷുഗർ കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ആദ്യം തന്നെ കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും, എന്നാലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പഴയ രീതിക്ക് തന്നെ വരും. ഇനി നമുക്ക് ഈ കാരമലൈസ് ചെയ്തത് നമുക്കൊരു കേക്ക് ടിന്നിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് സ്ലൈസസ് സൈഡൊന്നും കളയാതെ എടുത്തത്. ഞാൻ 6 സ്ലൈസസാണ് എടുത്തിരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. 2 മുട്ടയും പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അരക്കപ്പ് വേണ്ട കേട്ടോ, അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. ഇനി ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂൺ വാനില എസൻസും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ചെറിയൊരു കട്ടകൾ വന്നു, പക്ഷേ ഇതൊന്നും നമ്മളെ പുഡിങ്ങിനെ ബാധിക്കുന്നില്ല കേട്ടോ. നമുക്കിനി ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എൻ്റെ അലൂമിനിയം ഫോയിൽ ഉണ്ടായിരുന്നത് കേട് വന്നിക്കണം, അപ്പോൾ അത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ തന്നെ മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ അലൂമിനിയം ഫോയിൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ മുകളിൽ ബബിൾസ് പോലെയൊക്കെ ഇങ്ങനെ വന്നിട്ട് വേണം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ആ വീണെടുക്കുന്ന വെള്ളം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് സൈഡൊക്കെ ഒന്ന് തിരിച്ചാൽ വെള്ളമൊക്കെ ഒന്ന് കളയാം കേട്ടോ. ഇനി ഞാനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ചൂടാറിയ ശേഷം ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് തണുപ്പിച്ചെടുത്തിട്ട്, ഞാൻ തണുപ്പിക്കാനൊന്നുമില്ല കാരണം നമുക്ക് തണുപ്പ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ തണുപ്പിക്കാതെ ഒന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല ജ്യൂസി ആയിട്ടാണ് പുഡിങ് കിട്ടുന്നത്. കട്ട് ചെയ്യണത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ. ഓക്കെ, ബൈ.